ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ഇതിനായി മിതമായ നിരക്കിൽ ചാർട്ടേഡ് വിമാന സൗകര്യം ഏർപ്പെടുത്തണമെന്ന് MDC ചെയർമാൻ ഷെവലിയർ CE ചാക്കുണ്ണി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഇന്ത്യക്കാരുടെ ആശങ്ക അകറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു. വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാട്ടിൽ തിരിച്ചെത്താൻ സബ്സിഡിയോടുകൂടി മിതമായ നിരക്കിൽ ചാർട്ടേഡ് വിമാന സൗകര്യം ഏർപ്പെടുത്തണമെന്ന് കൌൺസിൽ ചെയർമാൻ ഷെവലിയർ CE ചാക്കുണ്ണി പറഞ്ഞു. ഇസ്രായേൽ ഇറാഖ് യുദ്ധം തുടങ്ങും കരുതെങ്കിലും ഇത്ര പെട്ടെന്ന് അത് തുടങ്ങുമെന്നും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും നമ്മൾ കരുതിയില്ല. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് ഇസ്രായേൽ ഇറാഖ് യുദ്ധം ആരംഭിക്കുകയും അതോടുകൂടി അത് അമേരിക്ക ഏറ്റെടുക്കുകയും ഇപ്പോൾ അത് സമീപ രാഷ്ട്രങ്ങളിലേക്കെല്ലാം മാറിയിരിക്കുകയാണ്. UAE-യിലേക്ക്, ഖത്തറിലേക്ക്, മറ്റെല്ലാ രാഷ്ട്രങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അത് വ്യാപകമായിട്ട് തുടർന്നുകൊണ്ടാണ്. എന്ന് ഇത് അവസാനിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ അതാത് യുദ്ധം നടക്കുന്ന രാഷ്ട്രങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇന്ത്യക്കാണ് ഏറ്റവും വലിയ കോട്ടം വന്നിരിക്കുന്നത്. 1 കോടിയിലധികം ഇന്ത്യക്കാർ പ്രവാസികളായിട്ട് വിദേശ രാജ്യങ്ങളിലുണ്ട്. അതിനു പുറമെ ഷോർട്ട് വിസിറ്റിന് പോയവരുണ്ട്, പുണ്യമാസമായതിന് ഉമ്മറയ്ക്ക് പോയവരുണ്ട്, ഹജ്ജിന് പോകേണ്ടവരുണ്ട്. 2 ക്രിസ്ത്യാനികൾക്കും മുസ്ലിം സഹോദരങ്ങൾക്ക് ഇതൊരു പുണ്യമാസമാണ്. ഈ മാസത്തിനത് വന്നത് വലിയൊരു തിരിച്ചടിയും വേദനാജനകവുമായിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും 2 ദിവസങ്ങളായിട്ട് നിവേദനം അയച്ചുകൊണ്ടിരിക്കുകയും അതിനുള്ള തുടർ നടപടികൾ, വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം നമ്മളെ അറിയിക്കുന്നതോടൊപ്പം തന്നെ അത് അനുഭവപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നോർക്ക വൈസ് ചെയർമാൻ നിർദ്ദേശം കൊടുക്കുകയും അവിടുത്തെ പ്രവാസി സംഘടനകളായും ലോക കേരള സഭാ അംഗങ്ങളായും കോർഡിനേറ്റ് ചെയ്തിട്ട് ആശ്വാസ നടപടികൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും വിമാന സർവീസുകൾ അനിശ്ചിതം തുടരുന്ന സാഹചര്യത്തിൽ നമ്മൾ കോവിഡ് കാലത്ത് മാതൃകയാക്കിയിട്ട് ചാർട്ടേഡ് വിമാന സർവീസ് ആരംഭിക്കുക, അതോടൊപ്പം അമിത നിരക്ക് ഒഴിവാൻ വേണ്ടി സബ്സിഡി നൽകി മിതമായ നിരക്ക് എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട്. ഭാഗ്യവശാൽ ഈ കൊച്ചു കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. അതിൽ കോഴിക്കോട് മാത്രമാണ് അപകടത്തിൽപ്പെട്ട അനിശ്ചിതത്തുള്ള വലിയ വിമാനം ഇറങ്ങുന്നത്. മറ്റു സ്ഥലത്തെല്ലാം യാതൊരു പ്രകാശമില്ല. ഇപ്പൊ ചെറിയ വിമാനങ്ങൾക്ക് പകരം ധാരാളം കോടി വലിയ വിമാന സർവീസ്, അതിൽ 600 യാത്രക്കാരും അതിലുപരിയായിട്ട് എത്രയോ ടൺ കാർഗോ കയറ്റാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഈ 3 വിമാനത്താവളങ്ങൾക്ക് അതും മറ്റു ചെറിയ വിമാനങ്ങൾ കരിപ്പൂരിക്ക് വെച്ചിട്ട് യാത്ര എത്രയും വേഗം സർക്കാർ സബ്സിഡി നൽകിയിട്ടും മറ്റും മിതമായ നിരക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പുറമുള്ള സഹകരണമാണ് ഭാരതത്തിനകത്തു നിന്നും യുദ്ധം നടക്കുന്നിടത്തുള്ള പ്രവാസി സംഘടനകളിൽ നിന്നും അവിടെ സംഘടന സർക്കാരിൽ നിന്നും ലഭിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് UAE-യിലെ ഒരു പ്രയാസം അവിടെ കുടുങ്ങിയവർക്ക് വന്നിട്ടില്ല. എല്ലാ രാഷ്ട്രങ്ങളും സാധിക്കില്ലെങ്കിലും ഇക്കാര്യത്തില് ബഹുമാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന മന്ത്രിമാര് തലസ്ഥാനത്ത് തന്നെ തുറന്ന് യാത്ര ഒഴിവാക്കി ഇത് നേരിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കാനുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും MDC കത്തയച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.